അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ കുബൂസാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വരുന്ന കുബൂസ്. കറികളൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിലും നമുക്ക് സാൻഡ്വിച്ചോ ഷവർമൊക്കെ തയ്യാറാക്കി എടുക്കാനാണെങ്കിലും ഒക്കെ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരണം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അധികം ചൂടുള്ള വെള്ളം എടുക്കരുത്. ചെറുതായിട്ടൊരു ചൂട് മതി വെള്ളത്തിന്. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായി വരില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഈസ്റ്റ് പൊങ്ങി വരും. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താലും മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഈ വെള്ളം ഒന്ന് ചേർത്തിട്ട് കുഴച്ച് നോക്കിയിട്ട് പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8-10 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് കേട്ടോ ഓയിൽ തടവി കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം ഇതിന് കവർ ചെയ്ത് വെക്കാം. കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ ഒരു മൂടി വെച്ചിട്ട് മൂടി കൊടുത്താലും മതി. ഇനി ഇതൊരു 1.5-2 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങിയിട്ട് ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വരും. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് പൊങ്ങി വരും. കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി സമയം വേണ്ടി വരും പൊങ്ങി വരാൻ. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറൊക്കെ മാറ്റിയ ശേഷം ഇത് ചെറുതായിട്ടൊന്നും കൂടി കുഴച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കുബൂസ് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാവ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നല്ല സ്മൂത്തായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി മടക്കി വെച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബോളാക്കിയെടുക്കാം. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനും എളുപ്പമായിരിക്കും. ഞാൻ ഈ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ട് കാറ്റൊന്നും തട്ടാതെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി പൊങ്ങി വരും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്താനെടുക്കുന്ന ഓരോരോ ബോൾസ് മാത്രം പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ആദ്യത്തെ പോലെ തന്നെ കാറ്റ് തട്ടാതെ കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പലകയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന അത്രയും കട്ടി ഓർക്കണ്ട കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മളിത് പരത്തിയെടുത്തിട്ടും ഒരു 15 മിനിറ്റും കൂടി എന്തെങ്കിലും ഒരു തുണിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനുശേഷം വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. ഇപ്പം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തെല്ലാം ഞാൻ ഒരു തുണി വെച്ചിട്ട് കാറ്റൊന്നും തട്ടാതെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച ശേഷം പിന്നെ അത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കുമ്പളകൾ വന്നു തുടങ്ങിയാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പൊള്ളി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുബൂസ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാ കുബൂസും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ള എല്ലാ കുബൂസും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുബൂസ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.